ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ ഗീതവും ഭർത്താവും ചതി മനസ്സിലാക്കി നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ നന്ദ അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പം നന്ദയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ. നിമിഷ നേരം കൊണ്ട് നന്ദ ഡോക്ടറെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ഗീതവും ഭർത്താവും അവിടെ എത്തി. അപ്പോൾ ഗീതു എന്നും പറഞ്ഞു വരും. അപ്പോൾ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, വീട് വരെ വന്നു, അറിയോ എന്നൊക്കെ ചോദിച്ചു. നന്ദ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക. അപ്പം മനഃപൂർവ്വമല്ല, ഒരു ചതി പറ്റിയതാണെന്നൊരു സംശയം. സമയമില്ല സംസാരിച്ച് നിൽക്കാനായിട്ട്, അപ്പോൾ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് നന്ദ അവരെയും കൊണ്ട് എത്തി. അപ്പോഴേക്കും നന്ദ അങ്ങോട്ടേക്ക് വരുന്ന സമയം അരുന്ധതിൽ നിന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എല്ലാം കയ്യിൽ നിന്ന് പോയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിനെ അരുന്ധതി വിളിച്ച് ഇവരെ കാണിച്ചു കൊടുക്കുക. നന്ദയും അവർ ഓടിക്കതച്ചാണ് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഗൗതത്തിൻ്റെയും മനസ്സൊന്നും നിറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയത്. അപ്പോൾ വല്യമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ വന്നപ്പോൾ ഗീതു എത്തി എന്ന് പറഞ്ഞപ്പം ഇവർ നാട് വിട്ട് പോയില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ വല്യമ്മ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നീടെല്ലാം പറയാം, സമയം കളയാനില്ല എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ സമയം ഇല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി എന്ന് നമ്മുടെ അരുന്ധതി നന്ദയോട് പറയുക. അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ ആകെ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ ഒരുപാട് ലേറ്റായി പോയി നന്ദേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ ഞെട്ടലോടെ നോക്കുക. ഇനിയിപ്പോൾ ഇവളെ കൂടി നിനക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അതെങ്ങനെ ശരിയാകും വല്യമ്മേ, സമയമൊന്നും പോയിട്ടില്ലെന്ന് നന്ദ. അപ്പോൾ ലാബിലല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്, ഞാൻ സംസാരിച്ചോളാം. ഗീതു വരാൻ പറഞ്ഞു പോകുമ്പം ഡോക്ടറെ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു നമ്മുടെ അരുന്ധതി. ചിലപ്പോൾ കാലി കയറിയെന്ന് വരും. അപ്പോൾ ഇവർ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല ഒന്നും, എൻ്റെ അവസാന പ്രതീക്ഷയാണിതെന്ന് പറഞ്ഞ് ഡോക്ടർ കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവള് മാത്രമല്ലല്ലോ നിനക്ക് ആശ്രയിക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതല്ലേ, അവളല്ലേ യഥാർത്ഥത്തിൽ അവസാന പ്രതീക്ഷ എന്നിങ്ങനെ ചോദിക്കുമ്പം ആരുടെ കാര്യമാണ്? പിങ്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദ നടുങ്ങി. അപ്പോഴേക്കും നന്ദയ്ക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് കയ്യിൽ നിന്ന് പോയല്ല. ഗൗതം ഇങ്ങനെ ആകെ വല്ലാതെയായിട്ട് നിൽക്കുക. അവളെ നിന്നെ കൈവിട്ടില്ല, അവൾ അകത്തേക്ക് പോയി. ഇവർ രണ്ടുപേരും നിന്നെ ചതിച്ചെങ്കിലും പിങ്കി നിന്നെ ചതിച്ചില്ല, കൂടെ നിന്നു എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ വല്യമ്മ എന്താ വല്യമ്മ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുക. പിങ്കി ആ കർത്തവ്യം ഏറ്റെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദ നടുങ്ങി. അത് ഗീതവും ഭർത്താവും ഇങ്ങനെ നോക്കുക. അപ്പോൾ ഗൗതം ഇങ്ങനെ വല്ലാതായി നിൽക്കുക കേട്ടോ. നിൻ്റെയും ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ പിങ്കി ഉദരത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്കത് വല്ലൊരു ഷോക്കായിപ്പോയി. നോ എന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. നന്ദ എന്നിട്ട് ഗൗതത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ശരിയാണോ ഗൗതം സാർ ഞാൻ ഈ കേട്ടത്? ശരിയാണോ? പിങ്കി നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുത്തോ? അവളുടെ വയറ്റിലാണോ ഇപ്പം നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ ചോദിച്ചപ്പോൾ വേറെ വഴിയില്ലായിരുന്നു നന്ദേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയാം. അപ്പോൾ ഗൗതം അത് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ എന്നും ഗൗതം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നന്ദ അത് ഭയങ്കര ഷോക്കായിട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലേ സമ്മതിക്കരുതെന്ന്, ഞാൻ പറഞ്ഞല്ലേ ഗൗതം സാറിന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എത്ര തവണ വിളിച്ചു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെയാണ് വളർത്തേണ്ടത്, ആരുടെ ഗർഭപാത്രത്തിൽ നിഷേധിക്കാമെന്നാണെന്നൊക്കെ ചോദിച്ചു. അപ്പം നീ ഇത്ര ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു എന്ന് അരുന്ധതി ചോദിച്ചു. നീ ഏർപ്പാടാക്കിയവർ എവിടെ പോയി മറിഞ്ഞിരിക്കുകയായിരുന്നു? അപ്പം കൃത്യസമയത്ത് പിങ്കി വന്നത് കണ്ടോ? അതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നതെന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പം അല്ല, ചതിയായത് വൻ ചതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് ഗൗതം ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുക കേട്ടോ. പിങ്കിയെ പൊളിച്ചടുക്കി കയ്യിലേക്ക് കൊടുക്കുവാണ് നമ്മുടെ നന്ദ. ഈ സമയത്ത് പിങ്കി അവിടെ മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങി വരുന്നു. അപ്പോൾ രതീശനും ഭാര്യ അവിടെ നിൽക്കുമല്ലേ. അപ്പോഴത്തേക്ക് അരുന്ധതിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ വിമിഷ്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെ അരുന്ധതി കിടന്ന് വെപ്രാളപ്പെടുക. അതുപോലെ തന്നെ പിങ്കി ഇങ്ങനെ മുഖം മറച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പിങ്കി എന്നും പറഞ്ഞ് നന്ദ ഒരൊറ്റ വിളി. അപ്പോൾ പിങ്കി ഇങ്ങനെ കണ്ണും മറച്ച് മാസ്ക് വെച്ചിരിക്കുക. അപ്പം നിൽക്ക് എന്നും പറഞ്ഞ് അരുന്ധതി അങ്ങോട്ടേക്ക് ചെന്നു. എന്താ വല്യമ്മയെന്ന് ചോദിച്ചപ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. പിങ്കിയോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലാണോ സംസാരിക്കേണ്ടത്? അവൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിരിക്കുക, നടക്കില്ല എന്ന് അരുന്ധതി പറയുമ്പോൾ നന്ദ ഇങ്ങനെ ഞെട്ടലോടെ നിൽക്കുക കേട്ടോ. നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുന്ധതി നേഴ്സിനോട് പറയുമ്പോൾ വല്യമ്മയെന്ന് പറഞ്ഞ് നന്ദ വിളിച്ചു. ഈ സമയത്ത് പിങ്കിയും കൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ രതീശനും ഗീതും ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവർക്ക് കാര്യം മനസ്സിലായി. ഈ സമയത്ത് അരുന്ധതി എല്ലാം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ധൈര്യത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ പിങ്കിയുടെ ദൗത്യം എല്ലാം പൂർത്തീകരിച്ച് പിങ്കി അങ്ങ് പോയി. ഈ സമയത്ത് നന്ദ നടന്നു. ഇനി ചോദിച്ചിട്ട് എന്താ കാര്യമെന്ന് ഗൗതം പറഞ്ഞപ്പോൾ ഗൗതം സാറിന് അറിയില്ല എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന്. എന്ത് നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതാണിപ്പോൾ നടന്നിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും ഒത്താശയോടെ. ആ ഒരു അവസ്ഥയിൽ വേറൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല നന്ദ എന്ന് ഗൗതം അന്നേരം നന്ദയോട് പറയാം. വേറൊരു വഴിയും നമ്മുടെ മുന്നിൽ അവശേഷിച്ചിരുന്നില്ല എന്നും പറഞ്ഞ്
എല്ലാം വേണ്ടെന്ന് വെക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ പിങ്കി ഈ ദൗത്യം ഏറ്റെടുക്കട്ടെ എന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവളിലേക്ക് ഈ ദൗത്യം ചെല്ലുന്നതിനേക്കാൾ പകരം ഈ സരോഗസി വേണ്ടെന്ന് വെക്കുന്നതായിരുന്നു യഥാർത്ഥ തീരുമാനം എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് വെറുതെ പറഞ്ഞതല്ല ഗൗതം സാർ പോലും അങ്ങനെ ചിന്തിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ മതി നിർത്താൻ പറഞ്ഞു ഗൗതം നന്ദയോട് ദേഷ്യപ്പെട്ട്. അപ്പം നിനക്കിപ്പോൾ എന്താ വേണ്ടത്? പിങ്കിയോടുള്ള ശത്രുത വിജയിക്കുന്നതാണോ അതോ നമുക്ക് മക്കളുണ്ടാകുന്നതാണോ? അപ്പൊ പിങ്കിയുടെ സഹായത്തോടെ എനിക്കും മക്കളും വേണ്ട എന്ന് നന്ദ പറയുമ്പോൾ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഇളക്കി മറിക്കുകയാണ് നന്ദ. അവർ നല്ല ഉദ്ദേശത്തോടെ ഒരു ത്യാഗം ചെയ്യുന്നു എന്നുള്ളത് തന്നെ വല്യമ്മ വിശ്വസിച്ചിരിക്കുന്നത്. അടുത്ത ഏതാനും മാസങ്ങൾ നമുക്കും അങ്ങനെ വിശ്വസിച്ചാൽ പോരെ നന്ദ? നല്ല മനസ്സോടെ പിങ്കി ഒരു കാര്യം ചെയ്തു എന്ന് അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് നന്ദ തറപ്പിച്ച് പറയുക ഗൗതത്തിനോട്. ഇത് അവൾ മനഃപൂർവ്വം പിടിച്ചെടുത്തതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിടിച്ചെടുത്തെന്നോ? വാട്ട് യു മീൻ? ഗീതുവിനെ ബ്ലോക്ക് ചെയ്തത് അത് മനഃപൂർവ്വമാണ്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അത് പിങ്കിയാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നന്ദ, ഞാനിത് വെറുതെ പറയുന്നതല്ല ഗൗതം സാർ, 100% തെളിയിക്കാം എനിക്ക് കഴിയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം പറയാം. ഞാനിത് വെറുതെ വിടില്ല ഗൗതം സാർ എന്ന് നന്ദ. തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത് എടുത്തുചാട്ടങ്ങളാകരുത്, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ഗൗതം പറയുമ്പോൾ തെറ്റിദ്ധാരണയല്ല സാർ, എനിക്കിത് 100% ഉറപ്പാണ്. ഗീതുവിനെ തടഞ്ഞതുകൊണ്ട് മറ്റാർക്കും യാതൊരു ഗുണവും ഇല്ല എന്ന് നന്ദ തറപ്പിച്ച് ഗൗതത്തിനോട് പറയുന്നു. അതിനൊരേ ഒരു ഗുണം ഉണ്ടാകുന്നത് പിങ്കിക്കാണ്. ആ പിങ്കിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും ഞാനത് തെളിയിക്കുമെന്നും അപ്പോഴേ ഗൗതം സാറിന് മനസ്സിലാകൂ സത്യത്തിൻ്റെ മുഖം എത്ര ഭീകരമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗൗതം ഒന്ന് ഞെട്ടി. നന്ദ ഇത് വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിങ്കി ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുക. പിങ്കിയുടെ ഉള്ളു കിടന്ന് ഇങ്ങനെ പിടച്ചോണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പൊളിയോ എന്നുള്ളൊരു പേടിയാണ് പിങ്കിക്ക്. കിടക്കുന്നു ഇരിക്കുന്നു എന്തൊക്കെയോ രീതിയിലൊക്കെ പിങ്കി ഇതിങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ പിങ്കിയുടെ അരികിലേക്ക് സിസ്റ്റർ ഒന്നിങ്ങനെ ഏറ്റിരിക്കരുത്, കിടക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇക്കണക്കിന് ഡെലിവറി ടൈം ആകുമ്പോൾ നിങ്ങളെങ്ങനെ കിടക്കും എന്ന് നേഴ്സ് ചോദിക്കുക പിങ്കിയോട്. ആ ടൈമിൽ 1-2 ദിവസത്തെ ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും പോരല്ലോ. അപ്പോൾ സിസ്റ്ററിന് ഒരു ഗീതുവിനെ അറിയാമോ? ഗീതാഞ്ജലിയെ ഈ സരോഗസിക്ക് ആദ്യം അവരെയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ ഗീതു എനിക്കറിയാം, എന്താ കാര്യം? എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എന്തുപകാരമാണെന്ന് ചോദിച്ചു. പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി എന്തൊക്കെയോ നുണയും ഏഷണിയും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗീതുവിനെ ഒരാൾക്ക് കാണണമെന്ന് പറഞ്ഞു, ഒരാൾക്ക് മാത്രം. അപ്പോൾ പേടിക്കേണ്ട ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യം ഗീതുവിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഗീതുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് ഗീതു കയറി ചെന്നു പിങ്കിയുടെ അടുത്തേക്ക്. അപ്പോൾ ഗീതു അല്ലേ ഗീതാഞ്ജലി? അപ്പോൾ മുഖം കാണിക്കുന്നില്ല പിങ്കി. അപ്പോൾ അതെ, എന്താ കാര്യം? നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പിങ്കി പറയുന്നു. നമ്മൾ തമ്മിൽ അതിന് പരിചയമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ കാണണമെന്ന് പറഞ്ഞെന്ന് ഗീതു ചോദിച്ചപ്പോൾ എനിക്ക് ഗീതുവിനോട് ഒരു അപേക്ഷയുണ്ട്, അത് പറയാനാണ് വിളിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ നിൽക്കുക. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയാൻ പറഞ്ഞു ഗീതു. ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ എഴുന്നേറ്റിട്ട് നേരെ ഗീതുവിൻ്റെ നേരെ തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് ഈ പിങ്കിയെ കണ്ട് ഗീതു ഞെട്ടുന്നത്. അപ്പം നിങ്ങളല്ലേ ഡോക്ടർ വേഷത്തിൽ ഞങ്ങളൊന്ന് ചതിച്ചത്? അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ചതിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഗീതു എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ പറഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു സ്ത്രീയാണ് സരോഗസിക്ക് വിധേയായത്, അപ്പോൾ എല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞപ്പം ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് കേൾക്കാൻ? ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് ഞാൻ നന്ദ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ, നീ ആ ചതിച്ചതെന്ന് ഞാൻ അവരെ അറിയിക്കുമെന്ന് പറഞ്ഞു. ഗീതു പോകുമ്പോഴേക്കും ഗീതു പ്ലീസ് ഗീതു പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അടക്കുന്ന കാല് പിടിക്കുക. അപ്പോൾ നീ വിചാരിക്കുന്നത് ഞാനൊരു കള്ളിയൊന്നുമല്ല, ഞാൻ ഗൗതം സാറിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് പ്രിയംവദ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ എല്ലാം പറയും. ഇതൊക്കെ കേട്ട് ഗീതു വരെ ഞെട്ടി നിൽക്കാം. ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെ ഗർഭത്തിൽ സ്വീകരിച്ച ആൾ ഞാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഗീതു ആകെ അന്തം വിട്ടിങ്ങ് നിൽക്കുക. 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ ഇത്രയും വലിയൊരു ത്യാഗം അവർക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറായെന്ന് പറയുമ്പോൾ ഗീതുവിന് മനസ്സിലാവുന്നില്ലേ ഞാൻ അവരുടെ ശത്രുവോ കള്ളിയോ ഒന്നും അല്ല എന്നുള്ളത്, ഏറ്റവും അടുത്ത മിത്രമാണെന്ന് ബന്ധുവാണെന്ന് മനസ്സിലാകുന്നില്ല. ചോദിച്ചപ്പോൾ അത്ര അടുപ്പാണെങ്കിലേ എന്തിനാ അന്യായി എന്നെ ഡോക്ടർ സെലക്ട് ചെയ്തത് എന്ന് ഗീതു ചോദിച്ചപ്പോൾ പിങ്കി ഒന്ന് ഞെട്ടി. അപ്പോൾ പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം പിങ്കി ഇങ്ങനെ പറയുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് തുറന്നു പറയുന്നു. അങ്ങനെ അതിനുശേഷം ഇവർ സ്നേഹിച്ച് തുടങ്ങിയതും അതുപോലെ തന്നെ അർജുൻ മരിച്ച കാര്യം വരെ എല്ലാം പിങ്കി ഗീതുവിനോട് പറയുക. ഇതൊക്കെ കേട്ട് ഗീതുവിന് വിഷമമായിട്ടോ. അപ്പോൾ വിധവയായതോടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കൊഴിഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ പിങ്കി. അർജുൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഗൗതത്തിനും നന്ദയ്ക്കും ഒരു കുഞ്ഞു പിറക്കുക എന്നുള്ളത്. എന്നാൽ അത് എല്ലാം തകർന്നു പോയി എന്നും ഒടുവിലാണ് സരോഗസി എന്നുള്ളൊരാശയം ഗൗതവും നന്ദയും പറയുന്നത് ഞാൻ അറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞു. നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞാണെങ്കിലും ഞാൻ പ്രസവിച്ചതാണല്ലോ എന്നുള്ള ഒരു ആനന്ദത്തോടെ ജീവിതകാലം മുഴുവനും എനിക്ക്
എനിക്ക് ആ കുഞ്ഞിനെ കാണാമല്ലോ എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയുക. പക്ഷേ നന്ദയും ഗൗതവും അതിന് സമ്മതിച്ചില്ല എന്നും പറഞ്ഞ പിങ്കി. അവർക്ക് ആ കുഞ്ഞിലുള്ള അവകാശം ആരുമായി ഷെയർ ചെയ്യാൻ വയ്യെന്നാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് പാപം ഗീതു ആകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ ഇതൊരിക്കലും പറയരുതെന്നൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ മുന്നിൽ യാചനയുടെ കൈ കൂപ്പുവാണ് ഈ പിങ്കി. അപ്പോൾ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു അപേക്ഷയാണിതെന്നൊക്കെ പറഞ്ഞു. ഈ കുഞ്ഞിനെ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം ഞാൻ വന്നത് കണ്ടത് ചെയ്തതൊന്നും അവരോട് പറയരുത് പ്ലീസ് എന്നും പറഞ്ഞ് കയ്യെ കാലെ പിടിക്കുമ്പോൾ ഇല്ല പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദ ഡോക്ടറെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളല്ലേ, ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരിക്കലും ശിക്ഷിക്കരുത്, അവരെ രക്ഷിക്കുകയേ ചെയ്യാവുള്ളൂ എന്ന് ഗീതു പറഞ്ഞു. പിന്നെ നിങ്ങളിപ്പോൾ എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഇതിന് ഏറ്റവും യോജിച്ച ആൾ നിങ്ങളാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയാത്തതെന്ന് ഗീതു പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഫോണും ബാഗും ഒക്കെ ഞാൻ കാറിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നേഴ്സിനെ കൊണ്ട് എടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഗീതുവിനെ പറഞ്ഞു വിട്ട് പിങ്കി ഇങ്ങനെ ജയിച്ചു എന്നുള്ള അഹംഭാവത്തിൽ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അരുന്ധതി അവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ ആവുക. അപ്പോഴേക്കും നമ്മുടെ നന്ദ തുള്ളിച്ചാടി അങ്ങ് പോകുമ്പോൾ നീ ഇത് എന്തിനുള്ള ഭാവമാണ്, നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ഗൗതം നന്ദയോട് ചോദിച്ചപ്പോൾ അതേന്ന് തന്നെ പറഞ്ഞു. എനിക്കറിയാം എല്ലാത്തിനും പിന്നിൽ അവളാണ് പിങ്കി, അത് ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞ് നന്ദ പോകുമ്പം ഏയ് നീ ഇപ്പോൾ പിങ്കിയുടെ അടുത്തേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് തന്നെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു. ഗീതുവിന് എന്തായാലും അവളെ ചതിച്ചവരെ തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം നീ വെറുതെ സംശയത്തിൻ്റെ പേരിൽ കൊടുങ്കാറ്റഴിച്ച് വിടരുതെന്ന് പറഞ്ഞപ്പം സംശയമാണെങ്കിൽ അതിപ്പം മാറ്റാമല്ലോ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നീറുന്നതിൽ നല്ലത് സംശയം തീർക്കുന്നത് തന്നെയല്ലേ എന്ന് നന്ദ അന്നേരം ചോദിച്ചു. അപ്പോൾ അതും ചോദിച്ചിട്ട് നന്ദ അവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചപ്പോഴത്തേക്കും നന്ദ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ഗൗതം പിന്നാലെ പോകും. അപ്പോഴത്തേക്ക് അയ്യോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പിങ്കി വയറിലും കൈവച്ച് കുഞ്ഞിനെയും സ്വപ്നം കണ്ട് ഗൗതത്തിനെ കിട്ടുന്നതും സ്വപ്നം കണ്ട് ഇങ്ങനെ അവിടെ കിടക്കുക. ഈ സമയത്താണ് നന്ദ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പിങ്കി എന്ന് പറഞ്ഞ് വിളിച്ചു. പിങ്കിക്കാണ് ഒരു പുഞ്ചിരി. അപ്പോൾ എന്താ നന്ദ എന്ന് പിങ്കി ഒരു പുച്ഛഭാവത്തോടെ ചോദിക്കുന്നു. നിന്റെ ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിച്ചപ്പം ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാളും വലുതല്ലേ ഈ ഒരു ആനന്ദം എന്ന് പിങ്കി ഇങ്ങനെ നന്ദയോട് പറയുന്നു. അത് കേട്ടപ്പം നന്ദയ്ക്ക് കാര്യം മനസ്സിലായി. ഒരു കുഞ്ഞെൻ്റെ വയറ്റിൽ ജന്മം എടുത്തിരിക്കുകയാണെന്നും മുൻപ് ആ ഒരു അവകാശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. 9 മാസവും 9 ദിവസവും കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെ കാണാം, ലാളിക്കാം. അതോർക്കുമ്പോൾ ഏത് ക്ഷീണവും മാറി നിൽക്കുമെന്നൊക്കെ പിങ്കി പറയുന്നത് കേട്ട് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. ഒരു ലഹരി പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ലഹരി, നിനക്കത് ലഹരിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതിനു വേണ്ടിയിട്ടാണല്ലോ നീ ഇത്രയൊക്കെ ചെയ്തത് എന്നിങ്ങനെ നമ്മുടെ നന്ദ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നതെന്ന് പിങ്കി. നീ വെറുതെ പൊട്ടം കളിക്കാൻ നിൽക്കരുതെന്ന് നന്ദ പറയുവാണ് പിങ്കിയോട്. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നിന്റെ മുഖത്തൊളിപ്പിച്ചിരിക്കുന്ന ഈ ചിരിയുണ്ടല്ലോ അതെനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് നമ്മുടെ നന്ദ പിങ്കിയോട് പറഞ്ഞു. അപ്പം നന്ദ ഇതൊരു ഹോസ്പിറ്റൽ വെറുതെ സീൻ ഉണ്ടാക്കരുതെന്ന് ഗൗതം പറഞ്ഞപ്പോൾ സത്യം എനിക്ക് അറിയണം, സത്യം പറ പിങ്കി, നീയല്ലേ ഡോക്ടറുടെ വേഷവും കെട്ടി ഗീതുവിൻ്റെ വീട്ടിൽ പോയത് എന്നിങ്ങനെ ചോദിക്കുന്ന നന്ദയോട്. അപ്പോഴേക്കും അരുന്ധതി അങ്ങോട്ടേക്ക് വന്നു. ഞാനോ എന്ന് പിങ്കി ഒന്നും അറിയാത്ത പഞ്ചപാവത്തെ പോലെ ഇരിക്കുവാണ്. അപ്പോൾ ഞാനത് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അരുന്ധതി നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് നന്ദയോട് പറയുമ്പോൾ അത് ഇവളാണ് ചെയ്തതെന്ന് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് നമ്മുടെ നന്ദ. ആ സമയത്ത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഗീതു ഇതൊക്കെ പുറത്ത് നിന്ന് കേൾക്കുക. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കുക. അപ്പോൾ നന്ദ അവിടെ കളിയാകാൻ പോകുന്ന എല്ലാ സാഹചര്യങ്ങളുമാണ് വരാൻ പോണത്. അപ്പോൾ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇനി ഇതിൻ്റെ പിന്നാലെ വരുന്നതെന്നുള്ളത് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.